ഹലോ ഗൈസ്, നട്ട് റോഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യണ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വെറുതെ അങ്ങനെ വലിയ റീസൺ ഒന്നുമില്ല. അമ്മ അപ്പോൾ ഒരു സലൂണിൽ വർക്ക് ചെയ്ത് നിന്ന് അവിടെ നിന്ന് ലാസ്റ്റത്തെ ഡേ ആണ്. അപ്പോൾ അവിടുത്തെ കെട്ടിയും പടക്കൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിയാണ് ലാസ്റ്റായിട്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയ വ്ളോഗ്, പിന്നെ നമ്മ സ്റ്റേ ചെയ്ത സ്റ്റേയും വർക്ക് ചെയ്ത ഷോപ്പൊക്കെ കാണാം. പോണ വഴിക്ക് വണ്ടി പഞ്ചറും കിട്ടി, അവിടെ കിടപ്പുണ്ട്. അതെ, ചെക്കനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. എന്തിനും വേറെ ആരെ വിളിക്കാനാണ്. വണ്ടി കിടക്കണുണ്ട് അവിടെ, നമ്മുടെ വണ്ടിയാണ് കേട്ടോ. അത് പഞ്ചറായി നാട്ട് റോട്ടിൽ കിടക്കാണ്. ഇനി അത് ടയറൊക്കെ ശരിയാക്കിയിട്ട് വേണം പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ. ഒന്നും ചെയ്യാനില്ല. നിനക്കൊല്ലം പറയാനുണ്ടോ ഈ അവസ്ഥനെ പറ്റി? എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്താണ് ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഫുൾ മൂഞ്ചലാണ്. മോലാലിയുടെ ഉടുക്കത്ത പ്രാക്കാണെന്നറിയില്ല. പഞ്ചറാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, പഞ്ചർ ഒട്ടിക്കാം. ടയർ ഒട്ടിപ്പോയി. നമ്മുടെ അണ്ണൻ വന്ന് പഞ്ചർ ഒട്ടിക്കണ അണ്ണൻ വന്നിട്ടാ ബായി കേട്ടാ. അണ്ണാ രക്ഷിക്കണ്ണ, എനിക്ക് ആ കാറൊന്ന് ശരിയാക്കിട്ടാണ്. രണ്ട് ടയർ ഞാൻ ഓഫർ തരാം. ഓക്കെ 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 അല്ലേ? സെറ്റ് അല്ലേ? അവ സെറ്റായി. ഇനി പഞ്ചറൊക്കെ ഒട്ടിച്ചാൽ നമുക്ക് സലൂണിലേക്ക് പോവാം. ഓക്കെ, പകരം വീട്ടണം അവരാ. എന്ത് വെയിലാന്നറിയോ? വെയിലത്താണ് ഇങ്ങനെ ഒരു പണി. രക്ഷയില്ല. അങ്ങനെ ഈ വണ്ടി നമ്മ അധികം അങ്ങോട്ട് ഇറക്കാറില്ല. നമ്മ എപ്പോഴും യൂസ് ചെയ്യണ താറാണ്. ഇത് വല്ലപ്പോഴും ഇറക്കുമ്പോൾ ഇങ്ങനെയാണ്. കൂടുതലും കിട്ടണ പഞ്ചർ. ടയർ അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ടേ കുഴപ്പമില്ല. ഓക്കെ. പിന്നെന്താ ഒരു അടി കിട്ടിയത് ഇവിടുന്ന്? അതാണ് കാരണം. മക്കളെ, 2 ടയർ, ഒരു വെടിക്ക് 2 പക്ഷി. പൊക്കണമൈ സാധനം പൊക്ക്, എടുക്ക്, കൊടുക്ക്. എടുക്ക്. ഓക്കെ. ഹായ്, വരൂലേ? ജ്യൂസ് മേടിച്ചോ കാട്ടാ. വെള്ളം വേണോ, ജ്യൂസ് വേണോ, ചായ വേണോ? ചോറെന്താ? ചോറ് കഴിക്കണോ? അല്ല ഓക്കെ ബൈ. ഓക്കെ ബൈ. പോടാ. കുഴപ്പമില്ല. ഇത് നമുക്കൊരു സെന്റിമെന്റ് ഉള്ള വണ്ടിയാണിട്ടത്. നമ്മുടെ ഒരു സെന്റിമെന്റ് വണ്ടിയാണ് വണ്ടി. അതുകൊണ്ട് മാത്രമാണ് നമ്മളത്. അങ്ങനെയല്ല, ഫാമിലി വണ്ടിയാണ്. നമുക്കൊരു സെന്റിമെന്റ് ഉള്ള ഒരു വണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മ ഈ വണ്ടി വിൽക്കാത്തത്. എന്തൊക്കെ പണിതാലും നമ്മ ഇത് കൊടുക്കൂല. വായ തുറക്കല്ലേ മൈരേ, നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? പണിത് ഇപ്പൊ ഒന്നുമില്ല, എല്ലാം പുതിയതാണ് പണിത്. ട്രാവൽസിന്റെ ഓണറിന്റെ കയ്യിൽ ഞങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾക്കൊന്നും മര്യാദക്ക് ഒരു 20 കിലോമീറ്റർ പോകാൻ പറ്റില്ല. പോയിട്ടില്ല. അതാണ് മെയിൻ കാരണം. 2 സൈഡും പൊങ്ങിയിരിക്കുന്നത്. ഇതിപ്പോ ടയർ റെഡി ആയില്ലേ? ടയർ റെഡി ആയി കഴിയുമ്പോ എന്റെ അടുത്ത ഊഹം ശരിയാണെങ്കിൽ കണ്ട് ടർബോ ചിലപ്പോ പോവും. അങ്ങനെയാണ് അവൻ ഊഹിച്ച് തന്നത്. ചിലപ്പോ ടർബോ അടിച്ചോ. ആയിക്കോട്ടെ, എന്നാലും നമ്മ റെഡി ആക്കോട്ടെ. നമ്മ വിൽക്കൂല സംഭവം.
വാങ്ങാനുള്ള കാശും കൂടി കരുതിക്കും. എല്ലാം മനസ്സിൽ കരുതിണ്ട്. സെറ്റാണ്. ഓക്കെ. അണ്ണം എന്താച്ച് എന്തിന്റെ ടയറാണ്? കല്യാണ നല്ല ടയറാ അത്? MRF ഒന്നുമില്ലേ? നല്ല ടയറാണെന്നാവൂ. ആ കല്യ നല്ല ടയറാ? ബ്രാൻഡാ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഞാൻ കള്ളീന്ന് മാത്രം കേട്ടിട്ടുള്ളൂ. കൊച്ചി കള്ളി 40 ലക്ഷം കിലോമീറ്ററാ. ഓ കേക്കുമ്പോ എന്ത് സുഖമല്ലേ. ഈ വെയിലെത്തും മറ്റേ ചക്ക വറുത്തതും ചായയും കുടിക്കണ ഏക വ്യക്തി. ഭ്രാന്ത്. ഈ കള്ളിയെങ്കിലും നിക്കോ ഈ വണ്ടിയില്? ഇത് എത്ര നാള് വാറന്റി വല്ലതുണ്ടോ? 2 വർഷമോ? ബില്ലുണ്ടെന്നാ ഭായി? ഡേറ്റ് ഉണ്ടല്ലേ? അങ്ങനെ അങ്ങനെ ടയർ മാറ്റി നമ്മ ഇതോ എറണാകുളത്തേക്ക് വേണ്ട വണ്ടിയായിട്ട്. നീ എറണാകുളം പോയിട്ട് കാണാം ബൈ. വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് കാറിലിട്ടിട്ടാണ് പോവാ. ഡ്രസ്സൊക്കെ വലിച്ചു വാരി ഇട്ടേക്കാണ്. പാക്ക് ചെയ്യാം. വീട് കണ്ടല്ലോ. ഇത് ഞാൻ താമസിക്കുന്ന റൂം. പിന്നെ വ്യൂ അടിപൊളിയായിരുന്നു. സംഭവം സെറ്റായിരുന്നു. യെസ്. ഞാൻ ഇടയ്ക്ക് സൊമാറ്റോ ഓടാൻ പോകട്ടോ. ഓ കഷ്ടപ്പാട് വരുമ്പോൾ സൊമാറ്റോ ഓടാൻ പോകും. പിന്നെ ഇത് ഫുൾ എൻ്റെ ഡ്രസ്സ് മാത്രമാണ്. നമ്മുടെ റൂം മിക്കതും ഇതിൻ്റെ ഉള്ളിലായിരുന്നു. ഓ മൈ ഗോഡ്. മിക്കതും ഇതിൻ്റെ ഉള്ളിലായിരുന്നു. ഇതെന്താ ചിട്ടി. പിന്നെ അടുക്കള കാണിച്ചു തരാം. അങ്ങനെയൊന്നും കുക്കിങ് പുറത്തുനിന്ന് വാങ്ങണ ഒരു പരിപാടിയില്ല. കുക്ക് ചെയ്യും, ഫുഡ് കഴിക്കും. ഫുള്ള് നീറ്റാണ്ട ഒരുവിധം. ഇവിടെ നിന്നും വ്യൂ ഉണ്ട്. ഇപ്പുറത്തൊക്കെ ലേഡീസ് ഹോസ്റ്റലാണ്. സെറ്റ്. പിന്നെ സെപ്പറേറ്റ് 2 റൂമുണ്ട്. ഇവിടെ റൂമുണ്ട്, റൂമുണ്ട്, ഉള്ളിൽ ബാത്റൂമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും ഇവിടെ കിടക്കുന്ന ഒരു സുഖം വരില്ല. നേരെ വ്യൂ, ഒരു വെളിച്ചം. ശരി, ഞാനൊന്ന് പാക്ക് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ സാധനമൊക്കെ എടുത്തിട്ട് ഇതേ സലൂണിലേക്ക് വേണ്ടത് ഉണ്ട്. കാറിൽ എല്ലാ സാധനവും പാക്ക് ചെയ്ത് സലൂണെത്തി. പാർക്ക് ചെയ്തിട്ട് സലൂണിൽ പോയിട്ട് വരാം. വായോ. നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട്, കണ്ടിട്ടും പോരാ. യെസ്. വായമ്മ. അപ്പൊ പോണ് ചിരിച്ച ചിരിക്കി. അപ്പൊ പോണ്. ബൈ. അടുത്ത രക്ഷപ്പെട്ടിട്ട് മായമ്മനെ കാണാൻ ഞാൻ വരും. കയ്യില് ഗിഫ്റ്റ് ആയിട്ട് വരും. ഓക്കെ ഓക്കെ ബൈ. അതിലുണ്ട് കേട്ടോ. അതിലേ പോണ്ട. അപ്പൊ പോണം. ബൈ. പോണം. നമ്മ പോണില്ല. ഏഞ്ചല ലോകാണ്. നിന്നെ കൊടുക്കത്തെറിയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമ്പോ ഇല്ല. വരൂല. ഇവിടെ ഞാൻ കാലെത്തൂല.